തൃപ്പയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കുവാനുള്ള നാട്ടിക പഞ്ചായത്തിന് തീരുമാനത്തിനെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള തൃപ്പയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 8 കോടി രൂപ പദ്ധതി അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ ആവശ്യമായ 80 ലക്ഷം രൂപ MLA മുഖേന ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ലഭിച്ചാലുടൻ നിർമ്മാണം ആരംഭിക്കും. 10 വർഷം UDF നാട്ടിക പഞ്ചായത്ത് ഭരിച്ച കാലയളവിൽ ഈ പദ്ധതിക്ക് ഒരു പുരോഗതിയും ഉണ്ടായില്ല. LDF ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താനും പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാനും നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ചത് നാട്ടികയ്ക്ക് ലഭിച്ചിട്ടുള്ള 8 കോടി 80 ലക്ഷം രൂപയുടെ പദ്ധതി ഇല്ലാതാക്കാനും സ്വന്തക്കാർക്ക് യഥേഷ്ടം ബസ് സ്റ്റാൻഡ് സ്ഥലം ദുരുപയോഗം ചെയ്യാനുമാണ്. 40ഓളം ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ബസ് സ്റ്റാൻഡ് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ബസ്സുകൾ റോഡിലേക്ക് മാറ്റുന്നത് മൂലം അപകട സാധ്യത ഉണ്ടാകുന്നുണ്ടെന്ന് LDF ആരോപിച്ചു. യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുന്നതും ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി തകർക്കാനും കൂടിയുള്ള തീരുമാനത്തിനെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബുധനാഴ്ച 4 മണിക്ക് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും തൃപ്പയാർ ബസ് സ്റ്റാൻഡിലേക്ക് LDFിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിക്കും. CPM ലോക്കൽ സെക്രട്ടറി KB ഹംസ, CPI ലോക്കൽ സെക്രട്ടറി CS മണി, LDF പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, KV പവിത്രൻ, KK സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഈ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കാനാണ് ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 40 ബസ് ഒരേ ടൈമിൽ ഈ പറഞ്ഞ സ്ഥലത്തുണ്ടായിരിക്കും. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വേറൊരു പരിപാടി നടത്തുമ്പോൾ ഈ 40 ബസ്സും റോട്ടിലേക്ക് മാറ്റിയിടുമ്പോൾ ഉണ്ടാകുന്ന അപകടാവസ്ഥ, യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നാട്ടുകാർക്കുണ്ടാകുന്ന അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ തന്നെ ബോധ്യപ്പെട്ടിട്ടും ഇത് വാടകയ്ക്ക് കൊടുക്കണം എന്നുള്ള രൂപത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ LDFിൻ്റെ അംഗങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടും ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് അവർ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കാനൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് സ്വന്തക്കാർക്കും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ വാടകയ്ക്ക് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോൾ നിലവിലുള്ള ഈ 8 കോടി 80 ലക്ഷം രൂപയുടെ പദ്ധതി തന്നെ നാട്ടിലേക്ക് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ UDF ഭരണസമിതി ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും.